അടുത്ത് ജനലിൽ എറിഞ്ഞ് കുളിക്കും, അതേപോലെ ഒളിഞ്ഞു നോക്കും കുളിച്ച്. അതാ ഇവിടെ പറയാൻ പറ്റുമല്ലോ. അതായത് എനിക്ക് ബുദ്ധി പക്ഷെ എന്നാലും ഒരു ഇതുണ്ടല്ലോ, എന്തായാലും പറയാ, ഒരു ക്യൂരിയോസിറ്റി, ആ കാണാനുള്ള ഒരു ത്വര. ആ അപ്പൊ അതൊക്കെ നോക്കുമ്പോ ആരെയും പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫാമിലി സ്റ്റാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്ന കുറേ നാളായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ച വീഡിയോ ആണ്. അപ്പോൾ അതിന് പറ്റിയൊരു സന്ദർഭം ഇപ്പോൾ ഉണ്ടായപ്പോൾ വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം എന്താ വിഷയമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഒരുപാട് ഓൺലൈൻ മീഡിയ ചാനലുകൾ ഇപ്പോൾ ഉണ്ട്. ആ ഒരുപാട് മീഡിയ ചാനലുകളിൽ ഒരുപാട് ഇൻ്റർവ്യൂവും കാര്യങ്ങളും നടത്തുന്നുണ്ട്. ഈ ഇൻ്റർവ്യൂ നടത്താൻ വിളിക്കുന്ന വ്യക്തികൾ ഈ ഇൻ്റർവ്യൂവിന് യോഗ്യതരാണോ എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടോ? നിങ്ങൾ സ്വയം ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ അവർ ഈ ഇൻ്റർവ്യൂവിന് യോഗ്യതരായിട്ടുള്ള ആൾക്കാരാണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്? അതുപോലെ തന്നെ നിങ്ങൾ സമൂഹത്തിനോട് ചെയ്യുന്ന ഒരു ദ്രോഹം തന്നെയാണെന്ന് പറയാം. കാരണം ഈ ഇൻ്റർവ്യൂവും അതുപോലെ തന്നെ ഈ ഇൻ്റർവ്യൂവിൽ നിങ്ങൾ ചോദിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസും കുട്ടികളെ, മുതിർന്നവരെ എല്ലാം ഒരുപാട്, ഈ കാണുന്ന ആൾക്കാരെ ഒരുപാട് അധികം സ്വാധീനിക്കുന്നുണ്ട് എന്നൊരു ബോധം ഈ ഇൻ്റർവ്യൂ ചോദിക്കാൻ നിൽക്കുന്ന ആങ്കറിന് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഈ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞ് ആരെങ്കിലും വിളിക്കുമ്പോൾ ആ ഇൻ്റർവ്യൂവിന് പോകാൻ എനിക്ക് യോഗ്യതയുണ്ടോ എന്ന് സ്വയം ചിന്തിക്കണം. സത്യം പറഞ്ഞാൽ സ്വയം അങ്ങനെ ചിന്തിക്കാനുള്ള യോഗ്യത ഇല്ലാത്തതുങ്ങളെയാണ് നിങ്ങളിങ്ങനെ വിളിച്ചു കൊണ്ടുവന്ന് ഇൻ്റർവ്യൂവിന് ഇരുത്തുന്നത്. അപ്പോൾ അതവർ ഉറപ്പായും സ്വയം ചിന്തിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്കെങ്കിലും ആ ബോധം ഉണ്ടാകണം എന്നാണ് പറയുന്നത്. കാരണം സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും നന്മ ചെയ്തതാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തതാണോ, എന്തെങ്കിലും അച്ചീവ് ചെയ്ത ആൾക്കാരാണോ, അല്ലെങ്കിൽ സമൂഹത്തിന് എന്തെങ്കിലും മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരാണോ? ഇങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ ഇൻ്റർവ്യൂവിന് വിളിക്കും. ഇൻ്റർവ്യൂവിന് വിളിക്കുന്നതിലുപരി നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം നിങ്ങൾ ആങ്കർ എന്ന് പറഞ്ഞ് ജോലി ചെയ്യുന്ന നിങ്ങളൊരു തൊഴിലാളി മാത്രമല്ല, നിങ്ങൾക്കൊരു വ്യക്തിത്വമുണ്ട്, നിങ്ങൾക്കൊരു എന്താണ് പറയുന്ന ഒരു മനസാക്ഷിയുണ്ട്. അത് ഒക്കെ നിങ്ങൾ ഓർക്കേണ്ട മെയിനായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്കൊരു വ്യക്തിത്വം ഉണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കണം. അവരെന്തെങ്കിലും ക്വസ്റ്റ്യൻ തരുമ്പോൾ നിങ്ങൾ ആദ്യമേ തന്നെ ആ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയതിന് ശേഷം എൻ്റെ മനസാക്ഷിക്ക് ചോദിക്കാൻ പറ്റാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ ചോദിക്കില്ല എന്ന് തന്നെ പറയാനുള്ള ഈ ധൈര്യം കാണിക്കുക തന്നെ ചെയ്യണം. അതുപോലെ തന്നെ ഓരോരുത്തരും ഓരോ ചാനലിൽ വന്നിട്ട് എന്തെങ്കിലും കുറ്റകൃത്യങ്ങളും കാര്യങ്ങളും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് ക്യൂട്ട്നെസ് വാരി വിതറി നിങ്ങളതിനെ ആ കുറ്റകൃത്യങ്ങൾക്ക് വളം വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ ഏത് വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് 2 ദിവസമായി ഇപ്പോൾ വിവാദത്തിലായൊരു ഇൻ്റർവ്യൂ എന്ന് തന്നെ പറയാം. കാരണം മമ്മു എന്ന് തന്നെ ആയിരിക്കും, മമ്മു എന്നൊരു പയ്യൻ. അവൻ സത്യം പറഞ്ഞാൽ ഇവനൊക്കെ ഏതവനടാ എനിക്കറിയാൻ മേല ഇവൻ ആരാന്ന്. കാരണം ഇവനെക്കുറിച്ച് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇവൻ തൊപ്പി എന്ന് പറയുന്ന ലൈവ് സ്ട്രീം ചെയ്യുന്ന അവനെ എല്ലാവർക്കും അറിയാലോ. അവൻ്റെ ഗ്യാങ്ങിലുള്ള ഒരുത്തനാണ് ഇവൻ. ഇവനും ലൈവ് സ്ട്രീം ചെയ്യുന്ന വ്യക്തിയാണ്. ഇവന് ലൈവ് സ്ട്രീം ചെയ്ത് അവിടെ ഇരുന്ന് വെച്ചാൽ പോരെ. ഇവനൊക്കെ എന്ത് ഉപദേശിച്ച് ഉണ്ടാക്കാനാണെന്ന് അറിയത്തില്ല ഈ ഇൻ്റർവ്യൂവിന് വന്നിരിക്കുന്നത് നമുക്കറിയില്ല. റീച്ച് ഉണ്ടാക്കാൻ തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിനാണെങ്കിൽ പോലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസും കാര്യങ്ങളും തരുമ്പോൾ അതിലെ ദ്വയാർത്ഥങ്ങൾ അത് മറ്റുള്ള മനുഷ്യരെ സ്വാധീനിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു ഇൻ്റർവ്യൂ എടുക്കാനിരിക്കുന്ന ആൾ ആ ക്വസ്റ്റ്യൻസ് തിരഞ്ഞു. അതുപോലെ തന്നെ ഈ മമ്മു എന്ന് പറയുന്ന ഇവൻ കൊച്ചു പയ്യനാണോ അതോ പ്രായം ചെന്നവനാണോ ഒന്നും നമുക്കറിയില്ല. അവനും ലൈവ് സ്ട്രീം ചെയ്യുന്നവനാണ്. അപ്പം ലൈവ് സ്ട്രീം ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരുന്നു നല്ലത്. ഇതുപോലൊരു ഇൻ്റർവ്യൂ ഇവൻ്റെ വായിന്ന് വരുന്നത് മുഴുവൻ പൊട്ടത്തരമാണെന്ന് പറയാം. കാരണം എന്ത് സംസാരിക്കണം എന്ന് സാമാന്യം ബോധമില്ലാത്ത ഒരുത്തനാണ് അവനെന്ന് പറയാം. അവനെക്കാട്ടി ബോധമില്ലാത്തതാണ് ഈ ഇൻ്റർവ്യൂ എടുക്കുന്ന അവളെന്ന് തന്നെ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അത്ര സ്വഭാവം എന്ന് പറയാം. കാരണം എന്താണ് ഇപ്പോൾ വിവാദം ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവൻ പറയുകയാണ് ഇവർ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഇവനും ഇവൻ്റെ കൂട്ടുകാരും അപ്പുറത്തെ വീട്ടിൽ പോയി ജനലിൽ കല്ലെറിയുക, അതുപോലെ തന്നെ കുളിസീൻ ഒളിഞ്ഞു നോക്കും എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അവർ പിടിക്കാതെ ഇവർ എസ്കേപ്പ് ആകും എന്നും ഇവൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിനാണ് ഈ കാര്യം പറയുമ്പോൾ നമ്മുടെ ആങ്കർ ചേച്ചിയാണെങ്കിൽ എൻ്റെ ദൈവമേ മതി, എന്ത് തമാശയല്ലേ ആ ചെറുക്കൻ പറഞ്ഞത്. ആങ്കർ ചേച്ചിയാണെങ്കിൽ ചീരി ചെമ്മാറിഞ്ഞ് അവൾക്ക് ചീരി സഹിക്കാൻ മേലാതെ അവൾ തല കുത്തി കിടന്ന് മറിയാണ്. ഇതാണ് വിവാദത്തിലുണ്ടായത്. അതുപോലെ തന്നെ അവൾ നേരെ തിരിച്ചു ചോദിക്കുകയാണ്, ആ കുളിസീൻ കണ്ടപ്പോൾ കുട്ടിക്കുണ്ടായത് ക്യൂരിയോസിറ്റി ആണോ അതോ കുളിസീൻ കാണാനുള്ളൊരു ത്വരയാണോ എന്നാണ് ചേച്ചി ചോദിക്കുന്നത്. ഇതാണ് ഏറ്റവും വിവാദത്തിലേക്ക് നയിച്ചത്. കാരണം സ്ത്രീക്ക് ശാപം എപ്പോഴും സ്ത്രീ തന്നെയാണെന്ന് പറയുന്നത് ഏറ്റവും കറക്റ്റായ കാര്യമാണ്. കാരണം മറ്റൊരു വീട്ടിൽ ചെന്ന് ഒരു സ്ത്രീ കുളിക്കുന്നതല്ലേ, അല്ല പുരുഷൻ കുളിക്കുന്നതല്ലല്ലോ അവൻ ഒളിഞ്ഞു നോക്കാൻ പോയത്, ഒരു സ്ത്രീ കുളിക്കുന്നതാണ് ഒളിഞ്ഞു നോക്കാൻ പോയത്. അതിന് ഏതാണ്ട് മോട്ടിവേഷൻ ആയിട്ടുള്ള അവൻ കാര്യം പറയുന്ന പോലെയാണ് ഇവള് ചിരിച്ച് മറിഞ്ഞ് ഉണ്ടാക്കുന്നത്. അതിലുപരി ഇവള് അവൻ ചെയ്ത ഏതോ കുറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ചോദിക്കുകയാണ്. അപ്പം എന്ത് ക്യൂരിയോസിറ്റിയാണ്, എന്ത് ത്വരയാണ് ഉണ്ടായതെന്ന് ചോദിച്ചിട്ട് അവള്
കടന്ന് കാണിക്കുന്നതാണ് ഈ വീഡിയോ വിവാദത്തിലേക്ക് വരെ എത്തിച്ചത് എന്ന് പറയാം. കാരണം ഒരു സ്ത്രീയും അങ്ങനെ ചോദിക്കരുത്. അവനൊരു കുറ്റകൃത്യം ചെയ്തതിന് നിങ്ങൾ ക്യൂട്ട്നെസ് വാരി വിതറി നിങ്ങളത് വളമാക്കുകയാണ് ചെയ്തത്. കാരണം ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ ഇൻ്റർവ്യൂവിന് വിളിച്ചിരുത്തി നിങ്ങൾ കാണിച്ചത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻ്റർവ്യൂ എടുക്കുന്ന ആങ്കർ നല്ലൊരു ഇൻ്റർവ്യൂ എടുക്കുന്ന ആളാണ്. പല ഇൻ്റർവ്യൂസും എല്ലാം നല്ലതായിരുന്നു. പക്ഷേ കുട്ടിക്ക് കയ്യിൽ നിന്ന് പോയി എന്ന് തന്നെ പറയാം. കുട്ടി ഇപ്പം എയറില്ലെന്നല്ല പറയേണ്ടത്. നമ്മളൊരു കാര്യം പബ്ലിക്കായിട്ട് വന്നിരുന്ന് പറയുമ്പോൾ അത് മറ്റുള്ള ആൾക്കാരെ സ്വാധീനിക്കുന്നുണ്ട്. ഓരോ വാക്കും പ്രശ്നമായി വരുമെന്ന് ചിന്തിച്ചിട്ട് വേണം പറയാൻ. കാരണം അവൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. അതല്ലായിരുന്നു ചെയ്യേണ്ട. ഒരു കുറ്റകൃത്യമാണ് അവൻ പറഞ്ഞത്. മറ്റുള്ളവരുടെ വീട്ടിൽ പോയി കുളിസീന് ഒളിഞ്ഞു നോക്കുന്ന പറയുമ്പോൾ എന്ത് നല്ല കാര്യമാണ് അവൻ ചെയ്തത്. അവൾ പ്രോത്സാഹിപ്പിച്ചത്തോരെയും ക്യൂരിയോസിറ്റിയും വാക്കുകളൊക്കെ പൂർണ്ണതയിൽ എത്തിച്ചു കൊടുക്കുകയാണ് നമ്മുടെ ചേച്ചി ചെയ്തത് കേട്ടോ. അതുകൊണ്ട് ചേച്ചി അങ്ങ് എയറിലായി. പിന്നെ പറയാതിരിക്കാൻ പറ്റത്തില്ല, ഈ പണ്ട് കുണ്ടിക്ക് മെഹന്തി ഇടുമെന്ന് ചോദിച്ച് 2 ചേച്ചിമാർ വന്നല്ലോ. ആ ചേച്ചിമാർ ലാസ്റ്റ് എയറിലായിട്ട് പിന്നെ കരഞ്ഞ് മെഴുകി സോറി ആയിട്ട് വന്നിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഈ ആങ്കർ ചേച്ചിയും കരഞ്ഞ് മെഴുകി സോറി ആയിട്ട് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതുകൂടെ ഒന്ന് കണ്ടിട്ട് വരാം. ഞാൻ അങ്ങനെ ചെയ്തത് വളരെ മോശമായി പോയി. അപ്പൊ നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഞാൻ നിങ്ങളടുത്ത് എല്ലാവരുടെ അടുത്തും മാപ്പ് ചോദിക്കുകയാണ്. എനിക്ക് നിങ്ങൾ തന്ന സപ്പോർട്ട് വളരെ വലുതായിരുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അത്രയും വിധം സപ്പോർട്ടെല്ലാം എനിക്ക് തന്നിട്ടുണ്ട്. സർവീസ് ഇഷ്ടപ്പെട്ടവരുടെ കമന്റ്സ് ആണ് എന്നെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നത്. കാര്യം എന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു വീഴ്ച വരുമെന്ന്, അല്ലെങ്കിൽ എന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സംസാരം വരുമെന്ന് അവർ തീരെ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അപ്പം എന്തുകൊണ്ടോ ഞാൻ പറഞ്ഞുപോയി. പറഞ്ഞില്ല, ആ ആള് പറഞ്ഞപ്പം അതിനെതിരെ ഞാൻ വളരെ ലാഘവത്തോടുകൂടി ഞാൻ അതിനെ എടുത്ത് അത് ഞാൻ പറഞ്ഞു. ഇന്ന് ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായി എന്നോട് തന്നെ നല്ല ഒരു ദേഷ്യവും വെറുപ്പും തോന്നുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തോന്നിയവരോടൊന്നും എനിക്കൊരു പരാതി ഇല്ല, ഒരു ഇതുമില്ല. സങ്കടമല്ലാതെ വേറെ ഒന്നും എനിക്കില്ല. അപ്പം ഇനിയുള്ള വീഡിയോസിൽ ഞാൻ മാക്സിമം എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് വരാത്ത രീതിയിൽ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇനി ഇങ്ങനത്തെ ഒരു ലൈഫിൽ ഒരിക്കലും ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വരരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് ഒരിക്കൽ കൂടി ഒരു കാര്യമേ പറയാനുള്ളൂ, ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു സ്ത്രീയല്ല, ആരെയും മാനിക്കാത്തതോ. ഈ 2 വീഡിയോയും കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഇവക്കൊക്കെ ഇതിൻ്റെ വല്ല കാര്യമുണ്ടോ? വട്ട് പിടിച്ച പോലെ ഓരോന്ന് വന്ന് വിളിച്ച് പറയുക, പിന്നെ അതിൻ്റെ പേരിൽ സോറി ആയിട്ട് പറയും. നമ്മൾ പബ്ലിക്കായിട്ടൊരു സ്ഥലത്ത് ചെന്നിരിക്കുമ്പോൾ നമ്മൾ എന്ത് പറയുന്നു, നമ്മൾ എന്ത് ചോദ്യം ചോദിക്കുന്നു, എന്തുത്തരം പറയുന്നു എന്ന് എപ്പോഴും ഒരു ബോധമുണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഇതുപോലെ മറ്റുള്ളവരുടെ മുന്നിൽ കരഞ്ഞ് മെഴുകി വരേണ്ട ഒരവസ്ഥ വരും. ഞാൻ പല വീഡിയോസിലും പറയുന്ന കാര്യം തന്നെയാണ്. ഇതുപോലെ തന്നെ വേറൊരു ആങ്കറിൻ്റെ കാര്യം. ആ ആങ്കറും നല്ല രീതിയിൽ വീഡിയോസ് ചെയ്യുന്നൊരു ഇൻ്റർവ്യൂ എടുക്കുന്ന ഒരാളാണ്. ആ ആങ്കറും ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, ഒരു സിനിമാ നടിയോട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. നിങ്ങളുടെ ആദ്യത്തെ കൺമണി ഉണ്ടായപ്പോൾ നിങ്ങൾ ഉണ്ടായതിന് ശേഷം നിങ്ങളുടെ വീട്ടിൽ അത് ഏറ്റവും വലിയ സന്തോഷങ്ങളെല്ലാം, നിങ്ങളുടെ സന്തോഷങ്ങളെല്ലാം നശിച്ചു പോയല്ലോ എന്ന്, ആദ്യത്തെ കുഞ്ഞുണ്ടായപ്പോൾ. അതിനുശേഷമാണ് അവർ ചിന്തിക്കുന്നത് അവരെന്ത് ക്വസ്റ്റ്യനാണ് ചോദിച്ചതെന്ന് അവർ വെപ്രാളപ്പെടുകയാണ്. കാരണം ക്വസ്റ്റ്യൻ പോലും വായിക്കുന്നില്ല, എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് പോലും ബോധമില്ലാതെയാണ് പല ആൾക്കാരും വന്നിരുന്ന് ചോദിക്കുന്നത്. അപ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, ആദ്യത്തെ കുഞ്ഞുണ്ടായപ്പോൾ അവരുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾ നശിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ ഒരു വിഷമം ഇവർ ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കുന്നില്ല. ക്വസ്റ്റ്യൻ പോലും വായിക്കാതെ കാശിന് വേണ്ടി നടക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാർ ഇൻ്റർവ്യൂവിന് കൊണ്ടിരുത്തിയിട്ട് ഇവളുമാർക്കൊക്കെ തുച്ഛമായ വരുമാനമാണ് കിട്ടുന്നത്. ആ ചാനലുകാരാണ് ഈ കാശല്ല, അവന്മാർ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുകയാണെന്ന് പറയും. ക്യാമറാമാരും കാര്യങ്ങളും ആ ചാനലിൻ്റെ ഓണറും കാര്യങ്ങളും എല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള പരിപാടികളാണ്. ഇവളുമാരാണ് മറ്റുള്ളവരുടെ മുന്നിൽ നാറിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാതെയാണ്, ഈ തുച്ഛമായ വരുമാനത്തിന് വേണ്ടിയാണ് ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ചെന്ന് ചാടുന്നതെന്ന് തന്നെ പറയാം. ഏതായാലും മമ്മു എന്ന് പറയുന്ന ഇവനൊക്കെ എന്ത് യോഗ്യതയാണ്? ഇവനൊക്കെ എന്തിനിവനെയൊക്കെ വിളിച്ചുകൊണ്ടിരുത്തുന്നു? ഇവനൊക്കെ ആരാണ്? തൊപ്പി ആരാണ്? തൊപ്പിയുടെ കൂടെയുള്ള ഗ്യാങ്ങിലുള്ള ഒരുത്തനെ വിളിച്ച് ഈ ലൈവ് സ്ട്രീം ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഈ യൂട്യൂബേഴ്സിനെയൊക്കെ ഇതുപോലെയുള്ള ഇൻ്റർവ്യൂ ചെയ്യുന്ന കാര്യത്തിൽ നിന്നൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അവരൊന്നും വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ ഉൾപ്പെടുത്തുക. അല്ലാതെ ഒരു കാര്യങ്ങളും ചെയ്യാതെ ഇങ്ങനെ ചുമ്മാ വന്നിരുന്ന് ലൈവ് സ്ട്രീം ചെയ്യുന്ന ആൾക്കാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിരുത്തി ഇൻ്റർവ്യൂ എടുക്കാന്ന് പറയുന്നത് സാമാന്യ ബോധമല്ല. പിന്നെ എല്ലാവരും റീച്ചിന് വേണ്ടിയാണ്, അവന്മാർ വരുന്നത് റീച്ചിനാണ്, ഇവളുമാരിരുന്ന് ചെയ്യുന്നതും അവരുടെ ചാനലിലെ റീച്ചിനും കാശിനും വേണ്ടിയാണ് എന്ന് തന്നെ പറയാം. ഏതായാലും എനിക്കിതിൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് മോശമായി തോന്നി. കാരണം ഒരു സ്ത്രീയും അങ്ങനെ പറയരുത്. കാരണം അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിച്ചുള്ള അവരുടെ ചിരിയും മറിച്ചിലുമാണ് എല്ലാവരിലും ഭയങ്കര പ്രശ്നമായത്. അതുകൊണ്ടാണ് ഞാനിതൊന്ന് ഷെയർ ചെയ്തതെന്നും പറയാം.